എന്താ ഇവിടെ ഇരുന്ന്? ഇതുപോലെ നിരോധിത മേഖലയിലാണോ? അല്ല സാറേ, ഞാൻ സാറിനെ കുറെ വിളിച്ചു, വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. സാറിന്റെ ഫോൺ എടുക്കാത്തെ? അറിയാനുള്ളത് എവിടെയാണെന്നല്ലേ? ഞാൻ എവിടെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. പിന്നെയുള്ളത് മനസ്സിലെന്തെങ്കിലും വിഷമമുണ്ടോന്നല്ലേ? ഉണ്ട്. ഫോൺ എടുത്തില്ലെങ്കിൽ ഇത് രണ്ടും തന്നെയാണല്ലോ നിങ്ങൾക്കറിയേണ്ടത്. പിന്നെ ഇതിനെ പ്രത്യേകിച്ച് പറയുന്നത്? വാ സാറേ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ. മണിക്കുഞ്ഞെ, താൻ വീട്ടിൽ പോകാനുള്ള സമയം തെറ്റിക്കണ്ട. അവിടെ തന്നെ കാത്തിരിക്കാൻ തന്റെ അമ്മയുണ്ട്. അവർക്ക് താൻ മാത്രമേ ഉള്ളൂ. എന്നെ കാത്തിരിക്കേണ്ടവള് വേണ്ട. മണിക്കുഞ്ഞെ, താൻ ചെല്ല്. എനിക്ക് പോകാൻ പറ്റില്ല സാറേ. സാർ ഈ കണ്ടീഷനിൽ ഇവിടെ നിൽക്കുമ്പോ സാർ ഓഫീസിൽ പുറത്തിറങ്ങിയതും കാർ എടുത്തു പോയതും ഞാൻ കണ്ടില്ല. എന്ത് പ്രശ്നം വന്നാലും സാറ് കൂളായിട്ട് നേരിടാറുള്ളല്ലേ. ഇക്കാര്യത്തിൽ മാത്രം എന്ത് പറ്റി സാറേ? മണിക്കുഞ്ഞെ, ഞാൻ ഗാന്ധിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ താൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാ കാര്യത്തിലും സ്ട്രിക്റ്റ് ആയിരുന്നു സാറ്. പ്രണയത്തിന്റെ കാര്യം വന്നപ്പോ കൈവിട്ടു പോയെന്ന്. പിന്നെ ഗാഥ എന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. എന്നെ വല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങി. ഓഫീസിലെ ചില കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റിവെച്ചപ്പോ താൻ എന്നെ കളിയാക്കി. സാറിന്റെ മനസ്സിൽ പ്രണയം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. ഓർമ്മയുണ്ടോ? ഉണ്ട് സാർ. പ്രണയത്തിന് അങ്ങനെ ഒരു ദൗർബല്യമുണ്ട്. എത്ര കടുകട്ടിയുള്ള മനസ്സുകാരനായാലും അവനെ തളർത്തിക്കളയും വല്ലാണ്ട്. എന്താ എന്താ ഇവിടെ എന്ത് പറ്റിയാ? എന്റെ മോളെ എവിടെ കൊല്ലാൻ ശ്രമിച്ചത് കണ്ടാ? ഇങ്ങോട്ട് മോളെ. ഗാഥ, എന്താ ഇത്? നവീൻ, എന്നെ കരുതി കൂട്ടി പേടിപ്പിക്കുക അവര്. അതിനവര് പാമ്പിനെ കൊണ്ടുവന്നു. പാമ്പോ? ആ അതെ, ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചുതരാം. അവക്ക് ഭ്രാന്താ നവീൻ. അവൾ അലറി വിളിക്കുന്ന കേട്ടിട്ടാ ഞാൻ ഓടി വന്നത്. അപ്പോഴെന്റെ തല അടിച്ചു പൊട്ടിച്ച്. അയ്യോ അമ്മ, ഞാനിപ്പോ ചത്തു. അമ്മ എന്നെ ആശുപത്രി കൊണ്ടോ അമ്മ. അയ്യോ, എന്താണ് നീ എന്റെ മോളെ ചെയ്തത്? നിനക്ക് ആരാണ് എന്റെ മോളെ തൊടാനുള്ള അധികാരം തന്നത്? നിനക്ക് ഭ്രാന്താണെങ്കിൽ നീ എന്റെ വീട്ടിൽ പോയി കാണിക്കും. ദേ, ഈ കുടുംബത്തെ കാണിച്ച നിന്നെ ആടിച്ചെന്റെ തല്ലുവോ? നിങ്ങൾ എന്നെ തല്ലുവോന്ന്? മോളെ ഇങ്ങോട്ട് മാറി നിക്ക്. അമ്മായി, ആദ്യം കീർത്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നോക്ക്. ഞാൻ വണ്ടി എടുക്കാം. അമ്മായി അവളെ വിളിച്ചോണ്ട് പോ. എന്റെ മോളെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോയിക്കോളാം. അതിന് നിന്റെ സഹായത്തിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. നീ നിന്റെ ഭ്രാന്തിയായി ഭാര്യയെ കൊണ്ട് ചികിത്സിക്ക്. കൊണ്ടുപോയി വല്ല ആമത്തൊഴിലിട്ട് പൂട്ട്. ഉദേട്ടാ, നമുക്ക് മോളെ ആശുപത്രി കൊണ്ടുപോവാം. എടാ നവീനെ, എനിക്ക് ജോലിയും കൂലിയൊന്നുമില്ല. ഞാൻ ഇവിടെ ഒരു അധികം പറ്റാണെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ വിളമ്പി വെക്കുന്ന ഓരോ മണി ചോറും ഞാനെടുത്ത് കഴിക്കുന്നതേ വെറും നാണക്കേടോടുകൂടി തന്നെയാ. പക്ഷെ ഞാനിവിടുത്തെ ആരുമല്ല. എന്നെ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും ചവിട്ടി തേച്ചോ. പക്ഷെ നിർമ്മല കളരിക്കലയാണ്. നിർമ്മലയുടെ മോള് കളരിക്കലയാണ്. അവർക്കിവിടെ എന്തെങ്കിലും അവകാശം ഉണ്ടോന്ന്, ഈ കുടുംബത്തിന് എന്തെങ്കിലും അവകാശം ഉണ്ടോന്ന് ഞങ്ങൾക്കൊന്ന് അറിയണം. അത് ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം. വളരെ സിത്താര ശ്രീനിവാസന്റെ മോള്. എവക്ക് ഭ്രാന്താണ്, മുടി ഭ്രാന്ത്. കണ്ടാ, നിന്റെ നാക്കിനോട് പിടിച്ചു വെച്ചൊരു വര വരച്ചാലുണ്ടല്ല, പിന്നെ നീ വാ തുറക്കൂല. നിന്റെ അമ്മയുടെ അഹങ്കാരം അതോടെ തീരുകൂടി. നിക്കണോണ്ടില്ലേ? വാ 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 മോളെ, മോളെ സൂക്ഷിച്ചു പോവാ. ബാക്കി ഞാൻ വന്നിട്ട് പറയാറാ. നിന്നെ ഞാൻ പ്രത്യേകം കാണുന്നുണ്ടേ. ഇതൊക്കെ വന്ന് നവീൻ, ഞാൻ പറഞ്ഞത് സത്യാണ്. അവരെല്ലാവരും കൂടി കരുതി കുട്ടീനെ ചതിച്ചതാ. എനിക്ക് ഭ്രാന്തുണ്ടെന്ന് വരുത്തി തീർക്കാൻ അവര് ശ്രമിക്കാണ്. അവരിവിടുന്ന് പുറത്താക്കണം. അവരിവിടെ ഉണ്ടാവാൻ പാടില്ല. ഇത് എന്റെ തീരുമാനമാണ്. ഈ കുടുംബത്തിലെ തീരുമാനം എടുക്കാൻ വേറെ ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിലേ എന്റെ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്കും അറിയാം. നവീൻ, എല്ലാം നഷ്ടപ്പെട്ടെന്നൊരു തോന്നൽ നമ്മളെ എവിടെ എത്തിക്കില്ല. സോ പ്രതീക്ഷ കൈവിടരുത്. നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ. ഇനി എനിക്ക് എന്താ ചെയ്യാനുള്ളത്? തറവാട്ടിലുള്ളവരുടെ ആംഗിളിൽ നിന്നും ചിന്തിക്കുമ്പോൾ ഗാഥ തെറ്റുകാരിയാ. കാരണം അവർ പേടിച്ചിരുന്ന സർപ്പശാപം അവസാനിച്ചു. എന്നിട്ടും ഗാഥയുടെ സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് ഗാഥയുടെ ആംഗിളിൽ നിന്നും ചിന്തിക്കാം. ഗാഥ വളരെ സിൻസിയറായിട്ട് മാറാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണല്ലോ. അതിന് പലവട്ടം
ട്രൈ ചെയ്യുന്നുണ്ടെന്ന് നീ തന്നെ പറഞ്ഞു. അങ്ങനെ ഒരാളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? ആക്ച്വലി ഇതെന്താ പ്രശ്നം എന്നറിയോ നവീൻ? നമ്മൾ ഈ നഗരക്കാഴ്ചകൾ മാത്രം കണ്ടു നടക്കുന്ന സമയത്ത് നാട്ടുംപുറത്തെയോ തറവാടുകളെയോ മിത്തുകളോ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളോ ഒന്നും നമ്മുടെ തലയിൽ കയറില്ല. ബട്ട് വൺസ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എത്തിയാൽ, അതിലേതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പൂർണ്ണമായി ഇൻവോൾവ് ആയാൽ അത് കുറച്ച് പ്രശ്നമാണ്. നീ ആദ്യം കാണിക്കേണ്ടത് കുറച്ച് ക്ഷമയാണ്. എനിക്ക് മനസ്സിലാവും നീ അതിന് ട്രൈ ചെയ്യുന്നുണ്ടെന്ന്. അത് പോരാ. ഗാഥ ചെയ്യുന്ന എല്ലാ മിസ്ബിഹേവിങ്സും അയാളിൽ ഇപ്പോൾ ഉള്ള പേടിയുടെ പ്രതിഫലനമാണെന്ന് നീ ഉൾക്കൊള്ളണം. ഓഫ് കോഴ്സ് മരുന്ന് കഴിക്കേണ്ടി വരും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഡോക്ടറെ കാണുന്നതും മരുന്ന് കഴിക്കുന്നതും ഗാഥ അതിനെ കാണുന്നത് വേറെ രീതിയിലാണ്. അത് കാര്യമാക്കാനില്ല. ഇവൻ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ പോയാൽ പോലും നിങ്ങൾ എന്നെ മാനസിക രോഗിയാക്കാൻ പോവുകയാണോ എന്ന് ഭാര്യമാര് ചോദിക്കും. അതൊരു യൂഷ്വൽ കാര്യം. നമുക്ക് ശരിയാക്കാന്നേ. ഗാഥ മരുന്ന് കഴിച്ചു തുടങ്ങട്ടെ. പിന്നെ ഒരു കാര്യം, എന്ത്? വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നിനക്ക് ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. ഗാഥയാണെങ്കിൽ മെന്റലി ആൻഡ് ഫിസിക്കലി അതിനുള്ള അവസ്ഥയിലല്ല. സോ ഗാഥ പൂർണ്ണമായും ഓക്കെ ആണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അങ്ങനെ ഒന്നിലേക്ക് കടക്കുന്നതായിരിക്കും ബെറ്റർ. ഞാനങ്ങനെ തിടുക്കൊന്നും കാണിക്കുന്നില്ല. എനിക്ക് അയാളുടെ മനസ്സ് നോക്കി കിട്ടിയാൽ മതി. അയാൾ പഴയതുപോലെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒന്ന് മാറിക്കണ്ടാൽ മതി. നമുക്ക് ട്രൈ ചെയ്യാം. എന്റെ മുന്നിൽ വരുന്ന മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇത് വളരെ നിസ്സാരമാണ്. അതുകൊണ്ട് നിന്റെ ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രശ്നവും വരില്ല എന്ന് എനിക്ക് കോൺഫിഡൻസോടുകൂടെ പറയാൻ കഴിയും. താങ്ക് യു. എത്രയും പെട്ടെന്ന് നിനക്കൊരു